തലസ്ഥാനത്തിന് ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി മാറുകയാണ് വർക്കലയിലെ ടൂറിസം വകുപ്പ് ഒരുക്കിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. സംസ്ഥാനത്ത് ബീച്ച് ടൂറിസം വ്യാപിപ്പിക്കുക വഴി വാട്ടർ സ്പോർട്സിനെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക കൂടിയാണ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യം. ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിൽ വാട്ടർ സ്പോർട്സിന്റെ സാധ്യതകളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി ബീച്ചുകളുള്ള എല്ലാ ജില്ലയിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ നിർമ്മിക്കാനാണ് വിനോദസഞ്ചാര വകുപ്പിന്റെ തീരുമാനം. ബീച്ച് ടൂറിസം കേരളത്തിൽ വ്യാപിപ്പിക്കുമെന്നും വർക്കലയെ ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇവിടെ വലിയ നിലയിൽ വാട്ടർ സ്പോർട്സിന്റെ സാധ്യതയുണ്ട്. ആ സാധ്യതയെ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാട്ടർ സ്പോർട്സ് കേന്ദ്രങ്ങളിലൊന്നായി വർക്കല മാറും. നിലവിൽ തന്നെ സർഫിംഗ് സ്കൂളും മറ്റ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഡ്വഞ്ചർ സ്പോർട്സിന്റെയും വാട്ടർ സ്പോർട്സിന്റെയും കേന്ദ്രമാകുന്ന ഒരു ബീച്ചായി വർക്കല ബീച്ചിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനുള്ളത്. ഒരേ സമയം 300 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി പാലത്തിനുണ്ട്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ എന്നീ സേവനങ്ങളുണ്ടാകും. വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട്, ജെറ്റ് സ്കി, സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 120 രൂപയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനത്തിനുള്ള നിരക്ക്. 20 മിനിറ്റ് പാലത്തിൽ ചെലവഴിക്കാം. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തന സമയം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.